ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമുക്കിവിടെ ബലി പെരുന്നാളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പായസവും പുഡിങ്ങും ഒക്കെ റെഡിയാക്കുന്നവരല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ കോപ്പിക്കോ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലേവറിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഒട്ടും കാരമലൊന്നും ചെയ്യാതെ അടിപൊളി ടേസ്റ്റിൽ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോപ്പിക്കോ വെച്ചിട്ടുള്ള കിഡിലൻ പായസം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബലി പെരുന്നാളൊക്കെ ഇവിടെ ആവാറായില്ലേ. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് മധുരം കഴിക്കുന്നവരല്ലേ. നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്നവരുണ്ടാവും, അതേപോലെ തന്നെ പായസം റെഡിയാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയമല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു പായസത്തിന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് പിന്നെ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ കോപ്പിക്കോ മിഠായിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് ചവ്വരി വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം, അതേപോലെ തന്നെ ഏലക്കാപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം റവ. നമ്മളിത് റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കോപ്പിക്കോ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കാരമൽ കളറും കിട്ടും, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതായി പാലിലേക്ക് ഒരു 10 കോപ്പിക്കോ മിഠായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിൽ കിടന്ന് തന്നെ ഒന്ന് മെൽറ്റായി വന്നോളൂ. പിന്നെ നമ്മളിതിലേക്ക് റോസ്റ്റഡ് സേമിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ നമ്മുടെ പാലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ള കുതിർത്തിട്ടുള്ള നമ്മുടെ ചവ്വരി അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചങ്ങ് എടുക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് വന്നോളൂ. സേമിയ ഒന്നും വെന്ത് എടുക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കോപ്പിക്കോ ഇതിൽ കിടന്ന് മെൽറ്റാവും, അതിനോടൊപ്പം തന്നെ ചവ്വരിയും വെന്ത് വരും. അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് റെഡിയായി വരട്ടെ. നമ്മൾ കൈ വിടാതെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കോപ്പിക്കോ മിഠായി ഇട്ടിട്ട് എത്ര പേര് ഇതുപോലെ കാരമൽ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും. നമ്മുടെ ചവ്വരി ഇതിൽ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ പാല് നല്ല പോലെ അങ്ങ് തിക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ അത്യാവശ്യം കണ്ടില്ലേ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ആ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പായസം കുടിക്കുമ്പോൾ എപ്പോഴും ഒരിത്തിരി മധുരം മുന്തി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് പായസത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക, ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
ഇതിലൊന്ന് കിടന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ ഇങ്ങ് വെന്ത് വരണം. നല്ല പോലെ ഒന്ന് തിളച്ച് ചെറുതായി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ ഒത്തിരി കൂടി പോവാൻ പാടില്ല, ലൈറ്റായിട്ട് നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പായസം നല്ല പോലെ ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ആ ഒരു റവ ചേർത്ത് കൊടുക്കാം കേട്ടോ, തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി സമയമൊന്നും നമ്മുടെ ആ ഒരു റവ അതിൽ കിടന്ന് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റവ അങ്ങോട്ട് റെഡിയായി വന്നോളൂ. സ്റ്റൗ ഓഫ് ചെയ്യുക. അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു റവയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ തരിയുള്ള റവ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ഒരു നട്ട്സ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നെയ്യിൽ നല്ല പോലെ ഒന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു നട്ട്സ് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയുള്ളൂ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബലിപെരുന്നാളിന് ഇതേപോലെ ഒന്ന് പായസം ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.